ഹലോ ഡിയസ്, +1 കെമിസ്ട്രിയിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലേറ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അതിനകത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം, കുറച്ച് പഠിച്ചിട്ടുള്ളവരുണ്ടാകാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ആണ്. സോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. കാരണം അതാണ് നമ്മുടെ സപ്പോർട്ട്. പബ്ലിക് എക്സാം ആകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുവാനുള്ള മോട്ടിവേഷൻ അതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു എന്താ പറയുക, മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയാം. സോ അതിന് വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സം ബേസിക് കോൺസെപ്റ്റിൽ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഫസ്റ്റ് 0 വന്നാൽ അത് ഇവിടെ കൗണ്ട് ചെയ്യുന്നില്ല. 0യുടെ മുന്നേ ഒരു നമ്പർ ഇല്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആണ്, അറിയാം. പിന്നെ ഹൈബ്രിഡൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈബ്രിഡൈസേഷൻ അതിപ്പം C2H6ൻ്റെ ഇതിപ്പം ഈഥെയിൻ്റെ ആണ് ചോദിച്ചത്. ഇഥീൻ്റെ ചോദിക്കാം, ഈഥെയിൻ്റെ ചോദിക്കാം, മീഥെയിൻ ചോദിക്കാം, അതുപോലെ ഇനോർഗാനിക്കിൻ്റെ SF6 ചോദിക്കാം, PCl5 ചോദിക്കാം, NH3 ചോദിക്കാം, H2O ചോദിക്കാം. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് BF3യുടെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എല്ലാം അതിനകത്ത് ട്രിക്ക് കാര്യങ്ങളുണ്ട്. ആർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ട്രിക്കുണ്ട്. അപ്പം ട്രിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്യാൻ, നിങ്ങൾ താഴെ അതിനകത്ത് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ട്രിക്കുമായി ബന്ധപ്പെട്ട ഹൈബ്രിഡൈസേഷൻ്റെ ട്രിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാം. ഒപ്പം തന്നെ പിന്നീട് ഓർഗാനിക്കിന്ന് സൾഫറിൻ്റെ ഡിറ്റക്ഷൻ, നൈട്രജൻ്റെ ഡിറ്റക്ഷൻ, ലസൈനീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം, അതൊക്കെ അതിനകത്ത് ലസൈനീസ് ടെസ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിറ്റക്ഷൻ അത് ക്ലോറിൻ്റെതാണാലും സൾഫറിൻ്റെതാണാലും ഒക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെക്കുക. പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് കാണാൻ, അത് NH3യുടേത്, H2Oയുടേത്, H2SO4ൻ്റെത് അങ്ങനെ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനകത്ത് പഠിച്ചു വെക്കുക. സോ പിന്നീട് നമുക്ക് ഇതിനകത്ത് 2 മാർക്ക് കാറ്റഗറിയിലോട്ട് പോകുമ്പം ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ചിലപ്പം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ചോദിക്കാം, അവഗാഡ്രോസ് ലോ ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് അപ്പം നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആകാനുള്ള അവസരമുണ്ട്. നമ്മുടെ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ അഡപ്പട്ടലം പൊട്ടിയവരെ വരെ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ 77 36 70 70 45 ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗേലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ലോസും നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ബോർ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർ മോഡലിൻ്റെ ഡീമെറിറ്റ്സ്, ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ്, അതുപോലെ റുദർഫോർഡ് മോഡലിൽ തന്നെ അതിൻ്റെ ഒബ്സർവേഷന്, കൺക്ലൂഷന് ഒക്കെ വ്യത്യാസമുണ്ട്. റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട രീതി വ്യത്യസ്തമാണ്. റുദർഫോർഡിൻ്റെ ഒബ്സർവേഷൻ വ്യത്യസ്തമാണ്. റുദർഫോർഡിൻ്റെ കൺക്ലൂഷൻ അത് രീതിയിൽ വ്യത്യസ്തമാണ്. റുദർഫോർഡിൻ്റെ ഡീമെറിറ്റ്സ് ചോദിക്കാം. അപ്പോൾ അതെല്ലാം ചോദിക്കാം അതിനകത്ത്. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ, എൻതാൽപ്പിയും. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് അത്തരം കാര്യങ്ങളാണ് ഒരു മോഡലുമായി ബന്ധപ്പെട്ട ഏരിയയിൽ വരുന്നത്. പിന്നീട് അത് ആ ചാപ്റ്ററിൽ അറ്റോമിക് സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ഞാൻ പറയാം. ഇനി അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട എല്ലാം പറയാം. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ, എൻതാൽപ്പി, നിങ്ങൾ ഈ ഗെയിൻ എൻതാൽപ്പി പഠിക്കണം, അയണൈസേഷൻ എൻതാൽപ്പി പഠിക്കണം, അറ്റോമിക് റേഡിയസ് അതെങ്ങനെ അലോങ് ദ പീരിയഡ് ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെ മാറും, ഓരോന്നും പഠിക്കണം. പിന്നെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ഏതാണ്, ഫ്ലൂറിൻ, അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പഠിക്കണം. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും പഠിക്കാണ്ട് പോകരുത്. അപ്പോൾ ഇത് ക്ലോറിൻ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാളും കൂടുതൽ എന്നുള്ളത് ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. പിന്നെ ഹൈബ്രിഡൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഹൈബ്രിഡൈസേഷനൊക്കെ അതിൻ്റെ ട്രിക്ക് കാര്യങ്ങളുണ്ട്. ഹൈബ്രിഡൈസേഷൻ ഇവിടെ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. CH4 4 അല്ലേ, 4ന് എന്താ 3 1 4, ഇത് 1 ഇത് 3, അപ്പോൾ 4 sp3. 5ന് 5 വരുന്നത് നോക്കൂ, PCl5 sp3d. BF2ക്ക് ഇവിടെ 2 എണ്ണം വരുന്ന ഏതാണ്, sp ആണ്. SF6ന് 6 എണ്ണം, 6 എന്ന് പറഞ്ഞാൽ 3 2 5 6, അപ്പം ഇവിടെ sp3d2. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാനുള്ള കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളാക്കിയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ അഡപഠനം പൊട്ടിയവരെ വരെ മികച്ച മാർക്കിലോട്ട്, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റിസൾട്ടിൻ്റെ വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. ഒപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45.
അപ്പം നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് കൊള്ളാം അടിപൊളിയാണ്. കാരണം നമ്മൾ അഡപ്പടലം പൊട്ടിയവർ 5 മാർക്ക് 7 മാർക്ക് 8 മാർക്ക് 6 മാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് 10ഉം 12ഉം ക്ലാസ്സുകൾ കൊണ്ടൊക്കെ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ചിലർ റിസൾട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ തെർമോഡൈനാമിക്സിലോട്ട് പോകുമ്പം അവിടെ SS-ലോ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ അറിയണം, അതിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് അറിയണം, എക്സ്റ്റെൻസീവ് അറിയണം ഒക്കെ. പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ അതിനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പിന്നെ SS-ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ സമയത്ത് ഞാൻ പറയാം. പിന്നെ കോമൺ അയോൺ ഇഫക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് റെഡോക്സിൽ നിങ്ങൾ ഡിസ്പ്രപ്പോർഷനേഷനാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെഡോക്സിൽ അതിനകത്ത് ബാലൻസിങ്ങും ഈ ഒരു സംഭവം പഠിച്ചു പോവുക. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ഓരോരോ ഇത് ചോദിക്കാം പല കോമ്പൗണ്ടിന്. KMnO4 മാംഗനീസിൻ്റെത് KMnO4 ചോദിക്കാം, MnO2 ചോദിക്കാം, ക്രോമിയത്തിൻ്റെത് K2Cr2O7 ചോദിക്കാം, CrO3 ചോദിക്കാം, അങ്ങനെ പലതും അതൊക്കെ കാണാൻ പഠിക്കണം. പിന്നെ IUPAC നെയിമിങ് ചിലത് ഭയങ്കര സിമ്പിളാണ്, ചിലതാണെങ്കിലോ ടഫായിട്ട് വരാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് നിങ്ങൾ മസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ ടഫായിട്ടുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ അതിനകത്ത് ശ്രമിച്ച് നോക്കുക. IUPAC നെയിമിങ് എല്ലാ എക്സാമിനും 2 മാർക്കിനോളം അതിനകത്ത് വരാറുണ്ട്. പിന്നെ പ്രൊജക്ഷൻ, ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് നിങ്ങൾ ഒരാൾ പോലും വിട്ടുപോകരുത്. കാരണം എത്ര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ഈ ന്യൂമാൻ പ്രൊജക്ഷന്, സോഹോസ് പ്രൊജക്ഷന്, പിന്നെ സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺഫർമേഷൻസ് കാര്യങ്ങൾ, അതിൽ സ്റ്റേബിൾ അൺസ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങൾ. അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ഏതാന്ന് ചോദിക്കും. പിന്നെ ഹക്കൽ റൂൾ ഫോർ അരോമാറ്റിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ ഇനി 3 മാർക്ക് കാറ്റഗറിയിലോട്ട് വരുമ്പോഴേ സം ബേസിക് കോൺസെപ്റ്റിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഈ ഒരു എംപെരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല ചെയ്യുന്ന സംഭവം അത് മസ്റ്റാണ്. അപ്പം അതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ വളരെ സിമ്പിളാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ട്രിക്കുകൾ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാച്ചിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ ആൾമോസ്റ്റ് ഫ്രീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. സ്റ്റേറ്റ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് സ്ട്രക്ചർ തുറന്നാൽ പഠിക്കേണ്ടത്, കെമിസ്ട്രി ബുക്ക് തുറന്നാൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ മോഡേൺ പീരിയഡിക് ലോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നീട് ഇതിനകത്ത് ചോദിക്കുന്ന സംഭവമാണ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിച്ചാൽ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞു, അയണൈസേഷൻ എൻതാൽപ്പി ചോദിക്കാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ചോദിക്കാം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി, ഈ ഒരു ക്വസ്റ്റ്യൻ അത് പീരീഡിൽ എങ്ങനെ വേരി ചെയ്യുന്നു. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും കാണാറുണ്ട്. പിന്നെ ഇതിനകത്ത് നിന്ന് ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. NF3യും NS3യും പോളാർ മോളിക്യൂൾസ് ആണെങ്കിലും NS3യുടെ ഡൈപോൾ മൊമെന്റ് ആണ് കൂടുതൽ. അതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ വളരെ സിമ്പിളാണ്. അതിനകത്ത് ആർക്കും മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഡൈപോൾ മൊമെന്റിന്റെ സിഗ്നിഫിക്കൻസ്, അത് പൊളാരിറ്റി നൽകുന്ന കാര്യങ്ങളും അതുപോലെ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ അറിയാൻ സഹായിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് നമ്മുടെ MO തിയറി വെച്ചിട്ട് σ1s σ*1s അത് നിങ്ങൾ മസ്റ്റായിട്ടും അതിൻ്റെ ആ ഒരു സംഭവം ഇപ്പം തന്നെ കെമിസ്ട്രി ബുക്ക് തുറന്ന ആദ്യം പഠിക്കേണ്ടതാണ്. ഓക്സിജൻ്റെ നൈട്രജൻ്റെ ഒക്കെ ആ ഒരു കോൺഫിഗറേഷൻ, സിഗ്മ മൊളിക്കുലാർ ഓർബിറ്റൽ തിയറി. പിന്നെ എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ, ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രോപ്പി എപ്പോഴാണ് കൂടുക, ഒരു എക്സാമ്പിളിൽ കൂടുകയോ കുറയോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഗിബ്സ് ഇക്വേഷൻ മനസ്സിലായില്ലേ. അപ്പം എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ΔG = ΔH-T ΔS എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ബഫർ സൊല്യൂഷൻ ഇതില്ലാണ്ട് ഒരു പരീക്ഷ നടക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഫർ സൊല്യൂഷൻ മസ്റ്റാണ്. അതിൻ്റെ എക്സാമ്പിൾ അസിഡിക് ബഫർ, ബേസിക് ബഫർ, എക്സാമ്പിൾ. പിന്നെ pH കാണാനുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പഠിച്ചാൽ വളരെ ഉപകാരപ്രദമാണ്. മാർക്ക് എപ്പോഴും അതിനകത്ത് വരാറുണ്ട്. പിന്നെ ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. റെഡോക്സിൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഓർഗാനിക്കിലോട്ട് വരുമ്പം റെസനൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകൾ ഉണ്ടല്ലോ, അത് മസ്റ്റാണ്, അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോ കാർബണിലോട്ട് പോകുമ്പം ഇതിനകത്ത് നമ്മുടെ മാർക്കോനിക്കോഫ് അഡീഷന്, അതുപോലെ തന്നെ ബീറ്റ എലിമിനേഷൻ അധികം വല്ലാണ്ട് അങ്ങോട്ട് ചോദിക്കാറില്ലെങ്കിലും അതും അറിഞ്ഞിരിക്കണം. പക്ഷേ പിന്നെ അതിനകത്ത് നമ്മുടെ മാർക്കോനിക്കോഫിൻ്റെ അഡീഷൻ കാര്യങ്ങൾ പറഞ്ഞു. വുഡ്സ് റിയാക്ഷൻ അതിനകത്ത് ഹൈഡ്രോ കാർബൺസിൽ ചോദിക്കാം. അരോമാറ്റൈസേഷൻ ഓഫ് ആൽക്കൈൻസ് ചോദിക്കാം. ആൻറ്റി മാർക്കോനിക്കോഫ്, പെറോക്സൈഡ് ഇഫക്റ്റ്, കാരാഷ് ഇഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈഥൈനിൽ നിന്നും ബെൻസീൻ റെഡ് ഹോട്ട് ട്യൂബിലൂടെ പാസ് ചെയ്ത ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ പൈറോലിസിസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ വുഡ്സ് റിയാക്ഷൻ പറഞ്ഞല്ലോ.
പിന്നെ ഇതിനകത്ത് 4 മാർക്ക് കാറ്റഗറിയിലോട്ട് നമ്മൾ വരുമ്പം ഇതിനകത്ത് ബോണ്ട് ആംഗിൾ BSCPR തിയറി വെച്ചിട്ട് ബോണ്ട് ആംഗിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് BSCPR തിയറി പഠിക്കുക, H2Oന്റെ ഷേപ്പ്, NS3യുടെ ഷേപ്പ് പഠിക്കുക, ഹൈബ്രിഡൈസേഷൻ്റെ എന്താ പറയുക തിയറി കാര്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അത് പഠിച്ചു വെക്കുക. പിന്നെ അതിനകത്ത് നമ്മുടെ റെസനൻസ് കാര്യങ്ങൾ, ഇതിൻ്റെ ഡെഫിനിഷൻ, റെസനൻസ് മോർ ഓർഗാനിക്കിലാണെങ്കിലും ഇതിനകത്ത് പഠിക്കാം. അപ്പോൾ അവിടെ MO തിയറി, പിന്നെ ബോണ്ട് ഓർഡർ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഹൈഡ്രജൻ അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. പിന്നെ ഇതിനകത്ത് അടുത്ത് നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിനാണ് പിന്നീട് 4 മാർക്കിന്. അവിടെ ഹൺസ് റൂള്, ഓബ്ബോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ക്വാണ്ടം നമ്പേഴ്സ്, പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം, അതുപോലെ തന്നെ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ മോഡലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഇതിനൊരു കിഡിലൻ ട്രിക്ക് ഉണ്ട്. ഇത് ട്രിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഇതിന് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ ഇതിൻ്റെ ട്രിക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രിക്കുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളതിനകത്ത് പബ്ലിക് എക്സാമിന് മുന്നേ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബഫർ, കോമൺ അയോൺ എഫക്റ്റ്, ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയം, ഹോമോജിനസ് ഇക്വിലിബ്രിയം, പിന്നെ KP-KC എഴുതുന്ന KP-KC റിലേഷൻ, പിന്നെ തന്നെ ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, അതിൽ തന്നെ അമോണിയയുടെ പല റിയാക്ഷനുകൾ തരും, അതിൽ പ്രഷറിൻ്റെ എഫക്റ്റ്, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ്. പിന്നെ ഇതിനകത്ത് ഹോമോലിസിസ്, ഹെട്രോലിസിസ്, ന്യൂക്ലിയോഫൈല്, ഇലക്ട്രോഫൈല്, ആ സംഭവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐസോമറൈസേഷൻ, ഇപ്പോൾ മെറ്റാമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷണൽ ഐസോമറിസം, ചെയിൻ ഐസോമറിസം, ഓരോ കോമ്പൗണ്ട് തരുമ്പോഴും അതിൻ്റെ ഒക്കെ എഴുതാൻ പഠിക്കുക. പിന്നെ ഡിറ്റക്ട് നൈട്രജൻ്റെ എങ്ങനെ ലസൈനിയസ് ടെസ്റ്റ് വെച്ചിട്ട് എങ്ങനെ നൈട്രജൻ്റെ ഡിറ്റക്ഷൻ, സൾഫറിൻ്റെ ഡിറ്റക്ഷൻ, അതുപോലെ ഹാലജൻസിൻ്റെ ഡിറ്റക്ഷൻ കാര്യങ്ങൾ, പിന്നെ അവിടെ നമ്മുടെ ക്രൊമാറ്റോഗ്രഫി അതുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതുപോലെ തന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ, റെഡ്യൂസർ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മസ്റ്റ്, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞു ചാപ്റ്റർ വൈസ്. അതിപ്പം സം ബേസിക് കോൺസെപ്റ്റിൽ പിന്നെ നിങ്ങൾ മൊളാരിറ്റി, അതുപോലെ തന്നെ മൊളാലിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സം ബേസിക് കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു പ്രോബ്ലം. പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ന്യൂമറിക്കൽസ്, മോളും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ, അവോഗാഡ്രോസ് നമ്പർ വെച്ചിട്ട് കാണാനുള്ള സംഭവങ്ങൾ. പിന്നെ അതിൽ നമ്മുടെ സ്റ്റോയിക്കോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്, ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാനുള്ള ട്രിക്ക് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കണം അതിൽ. പിന്നെ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, കെമിക്കൽ ബോണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ IUPAC നെയിമിംഗ് ഓരോന്നിൻ്റെയും അതിന് UU എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അണ്ണിൽ, ബയ്യൻ, അണ്ണിൽ, എന്നിയം, അണ്ണിൽ, നില്ലിയം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, അതൊക്കെ പഠിക്കുക. പിന്നെ ബോണ്ടിങ് ഞാൻ അതിനകത്ത് പറഞ്ഞു, ബോണ്ടിങ്ങിൽ ബോണ്ട് ഓർഡർ കാര്യങ്ങൾ, ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ തെർമോഡൈനാമിക്സിലോട്ട് പോകുമ്പം SS ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു, ഗിബ്സ് എൻതാൽപ്പി ഇക്വേഷന്, പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതിൻ്റെ ഇക്വേഷന്, ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എൻട്രോപ്പി കാര്യങ്ങൾ, പിന്നെ ഗിബ്സ് എനർജി, പിന്നെ അതെല്ലാം പറഞ്ഞല്ലോ അതിനകത്ത് SS ലോ, പിന്നെ അതിൻ്റെ ഇക്വേഷൻസ്, പ്രോബ്ലംസ്, സംഭവങ്ങൾ ഒക്കെ ട്രിക്കുണ്ട്. പിന്നെ അതിനകത്ത് അപ്പം നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആകാനുള്ള അവസരമുണ്ട്. നമ്മുടെ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ അഡപ്പട്ടലം പൊട്ടിയവരെ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ 77 36 70 70 45 ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. അപ്പം അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.